മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വെടിക്കെട്ട് ലൈസൻസി മുണ്ടത്തിക്കോട് സതീഷ് മരിച്ചു. 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. മുണ്ടത്തിക്കോട് ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വെടിക്കെട്ട് ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീഷാണ് മരിച്ചത്. ഇയാൾക്ക് 90% പൊള്ളലേറ്റിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം സ്ഥിരീകരിക്കുന്ന മരണനിരക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസിയാണ് മുണ്ടത്തിക്കോട് സതീഷ്. ഇയാളുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. 90% ഇയാൾക്ക് ഈ ഒരു വെടിക്കെട്ട് ദുരന്തത്തിൽ പൊള്ളലേറ്റിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. തിരുവമ്പാടി വെടിക്കെട്ട് ലൈസൻസിയാണ് മരിച്ചത്. മുണ്ടത്തിക്കോട് സതീഷ് എന്നയാളെയാണ് ഇപ്പോൾ 90% പൊള്ളലേറ്റ് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നത്. പ്രദേശത്ത് പരിശോധനയടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചികിത്സയിലുണ്ടായിരുന്ന ഒരാളുടെ മരണം സ്ഥിരീകരിക്കുന്നത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഇപ്പോൾ ലൈസൻസിയുടെ മരണവും സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? വെടിക്കെട്ട് അപകടം ഉണ്ടായ അന്നു മുതൽ തന്നെ സതീഷ് 90%-ലധികം പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ വെടിക്കെട്ട് അപകടം ഉണ്ടായ അന്നു മുതൽ ഇന്ന് വരെ അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരുന്നത്. അല്പം മുമ്പാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. മുണ്ടത്തിക്കോട് സതീഷ് വളരെ പ്രഗത്ഭനായ ഒരു വെടിക്കെട്ട് കലാകാരൻ കൂടിയാണ്. തിരുവമ്പാടി വിഭാഗത്തിന്റെ ലൈസൻസി കൂടിയാണ് മുണ്ടത്തിക്കോട് സതീഷ്. കഴിഞ്ഞ 13 വർഷമായി തുടർച്ചയായി അദ്ദേഹം തന്നെയാണ് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന് അമരക്കാരനായി നിന്നിരുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ഇപ്പോൾ 16 മരണമായി കഴിഞ്ഞിരിക്കുന്നു. ഈ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇദ്ദേഹം മാത്രമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ന് ഉൾപ്പെടെ വെന്റിലേറ്ററിൽ കഴിഞ്ഞിരുന്ന വ്യക്തി. ബാക്കി ഉള്ളവർ 3-4 പേർ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് നിലവിൽ തുടരുകയാണ്. എന്തായാലും ഇദ്ദേഹം മാത്രമായിരുന്നു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ഇപ്പോൾ ജീവൻ നിലനിർത്തിയിരുന്ന ആള്. അദ്ദേഹമാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയിട്ടുള്ളത്. അല്പം മുമ്പാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പിതാവ് ആയിരുന്നു ആദ്യം നേരത്തെ തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് നടത്തിയിരുന്നു. പിന്നീട് അദ്ദേഹം ആ വെടിക്കെട്ടിന്റെ ചുമതലയിലേക്ക് വരികയായിരുന്നു. കഴിഞ്ഞ 13 വർഷമായി അദ്ദേഹം തിരുവമ്പാടി വിഭാഗത്തിന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് തിരുവമ്പാടി വിഭാഗത്തിന്റെ വെടിക്കെട്ടിന്റെ അമരക്കാരനായി പ്രവർത്തിച്ചു വരികയാണ്. തൃശൂർ പൂരം മാത്രമല്ല, മറ്റ് പല പ്രശസ്തമായ പള്ളികളിലെയും അമ്പലങ്ങളിലെയും ഒക്കെ വെടിക്കെട്ടിന്റെ മേൽനോട്ടവും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. എന്തായാലും അല്പം മുമ്പാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. ദീപ്തി. ശരി, എന്തായാലും മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിൽ ഇപ്പോൾ ഒരു മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 15 ആയിരിക്കുകയാണ്. ദുരന്തത്തിൽ ഗുരുതരമായി തന്നെ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന തിരുവമ്പാടിയുടെ വെടിക്കെട്ട് ലൈസൻസിയായ മുണ്ടത്തിക്കോട് സതീഷിന്റെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. ഇയാൾക്ക് 90% പൊള്ളലേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. അല്പസമയം മുമ്പാണ് ഇയാളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത്. അനീഷ് അനന്യാണ് വിവരങ്ങൾ നൽകിയത്.